അപ്പൻ ബ്ലോഗിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. 80-ാം വർഷത്തിലേക്കാണ് ഇന്ത്യ മഹാരാജ്യം പ്രവേശിക്കുന്നത്. നമ്മളതിൻ്റെ ചരിത്ര പാശ്ചാത്തലവും ഇന്നലകളിൽ നടന്നിരിക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഇന്നത്തെ സ്വാതന്ത്ര്യദിന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപാദിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ സ്വതന്ത്രമായ 1947 ഓഗസ്റ്റ് 15 നമുക്കറിയാം. ആദ്യം പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, അതിനുശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുക ഉണ്ടായത്. പക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സമയത്ത് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യമായിരിക്കുന്ന ഒരു ക്രോഡീകരണത്തോടു കൂടി രണ്ട് രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയതേ അല്ല. ബ്രിട്ടനും അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു താല്പര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. എങ്ങനെയെങ്കിലും തടി ഉരാൻ വേണ്ടിയിട്ട് ആദ്യം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു, പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, അങ്ങനെ അങ്ങോട്ട് വരുത്തി വെച്ചു എന്നല്ലാതെ അതിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ മാനസികാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടും എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിൽ രണ്ട് രാജ്യവും പരാജയപ്പെട്ടു. അത് കൃത്യമല്ലായിരുന്നു. നമ്മൾ കണ്ണീരോട് കൂടിയും പ്രയാസത്തോടും കൂടിയും മാത്രം പറയേണ്ട ചില കഥകളുണ്ട്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് നടന്ന കൂട്ടക്കൊലകളാണത്. ഒരു വിഭാഗം ഒഴിഞ്ഞു പോകാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടക്കൊലകൾ നടത്തിയിട്ട് മരണപ്പെട്ടവരുടെ എണ്ണൽ സംഖ്യ 2 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണ്. ഒരുപക്ഷെ അതിലും കൂടാൻ സാധ്യതയുണ്ട് എന്നുകൂടി വിലയിരുത്തുന്നു. പാകിസ്ഥാനിലെ പടിഞ്ഞാറൻ പഞ്ചാബ്, സിന്ധ്, ഹൈദരാബാദ്, കാശ്മീരിൻ്റെ ചില പ്രദേശങ്ങൾ, NWFP എന്ന് പറയുന്ന ഭാഗങ്ങൾ, ഇവിടെ നിന്നെല്ലാം ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് വന്നു. കിഴക്കൻ പഞ്ചാബ്, ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പ്രവേശിച്ചു. വലിയ കുടിയേറ്റവും നടന്നു എന്ന് രേഖയിൽ കാണാൻ വേണ്ടി സാധിക്കും. പലരും വീടും ഭൂമിയും സ്വത്തും ഉപേക്ഷിച്ചുകൊണ്ട് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നത്. പഞ്ചാബും ബംഗാളും വിഭജിക്കപ്പെട്ടു. അതോടുകൂടി ജനം വിഭജിക്കപ്പെട്ടു എന്നുള്ളത് കൃത്യമാണ്. പുതിയ അതിർത്തി ഏതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും മാരകമായിരിക്കുന്ന പ്രശ്നമായിട്ട് നിലനിന്നത്. ഇന്ത്യയും പാകിസ്ഥാനും വിഭജനം നടന്നു, രണ്ട് രാജ്യത്തിനും സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ അതിർത്തി എവിടെ? നമ്മൾ അതിർത്തി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള, കർണാടക, തമിഴ്നാട് പോലെയുള്ള ഭാഗങ്ങളിലൊന്നും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിഷയവുമില്ല. ഈ പാകിസ്ഥാൻ്റെ അതിർത്തി കേന്ദ്രീകൃതമായിരിക്കുന്ന പ്രദേശങ്ങളിൽ എല്ലാം പ്രശ്നങ്ങളായിരുന്നു. അത് പഞ്ചാബിൻ്റെ ആ ഭാഗങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ, കാശ്മീരിൻ്റെ ഭാഗങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഗുജറാത്തിൻ്റെ ആ ഏരിയകളിലെല്ലാം പ്രശ്നങ്ങളും വിഷയങ്ങളും നിലനിന്നിരുന്ന കാലമായിരുന്നു അത്. കാര്യം വെച്ചാൽ അതിർത്തി ഏതെന്ന് കൃത്യമായ രീതിയിൽ വിഭജിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ മറ്റൊരു വിഷയം പറയുന്നത്, പുതിയ അതിർത്തിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് സൈന്യം അതിന് നേതൃത്വ സ്ഥാനത്ത് ഇല്ലാതെ പോകും. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ നീതി നടപ്പിലാക്കുക എങ്ങനെയായിരിക്കും? നീതിയെ കിട്ടൂല. ആരോഗ്യമുള്ളവൻ നീതിമാനായിട്ട് മാറും, കയ്യുകൊള്ളും കാര്യക്കാരനാവും. പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത, കോടതി ഇല്ലാത്ത, കാര്യങ്ങൾ ചോദിക്കാൻ ആളില്ലാത്ത ഒരു മേഖലയിലെത്തിയാൽ ഒരിക്കൽ പോലും അവിടെ നീതി പുലരില്ല. ഇതൊരു സ്ഥിതിയായിരുന്നു. ഇത് ആരോടാണ് പറയേണ്ടത് എന്നതിന് ഒരു ഗവൺമെൻറ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടുകൂടി ബ്രിട്ടീഷുകാർ അവരുടെ പണി അവസാനിപ്പിച്ചു. ഗവൺമെൻറ് പിന്നീട് അധികാരത്തിൽ വരികയും സൈനികപരമായ രീതിയിലൊക്കെ വലിയ സംവിധാന കാര്യങ്ങൾ ഒരുക്കാനും ഒരുപക്ഷെ ഒരുപാട് നാളുകൾ വേണ്ടിവരും. ഇതെല്ലാം ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇതെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ മുൻപാണ് ചെയ്യേണ്ടത്. കൃത്യമായ രീതിയിൽ രൂപരേഖ വരച്ച് ഇന്ന റൂട്ടിൽ നമ്മളൊരു നാഷണൽ ഒരു ഹൈവേ പാത ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് അല്ല വർഷങ്ങൾക്ക് മുമ്പ് പ്ലാൻ വരച്ച് അതിൻ്റെ കൃത്യമായിരിക്കുന്ന എസ്റ്റിമേറ്റ് എടുത്തിട്ട് പൊതുജനങ്ങൾക്ക് പബ്ലിക് ചെയ്യും. ഇന്ന റൂട്ടിലൂടെ ഇന്ന ഭാഗത്തിലൂടെയാണ് പോകുന്നത്, ഇന്ന വീട് പോകും, ഇന്ന വീട് പോകില്ല, ഇന്ന കട പോകും, ഇന്ന കട പോകില്ല, ഇന്ന രീതിയിലാണെന്ന് പറയുന്ന സമയത്ത് തുടർന്ന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സാധിക്കും. ആ വീട് പോകുന്നതാണ്, അപ്പോൾ നമ്മൾക്ക് എന്താണ് ബദൽ സംവിധാനം, നമുക്ക് ആലോചിക്കാം. ഇതങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ അറിയാത്തത് ഈ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടാത്ത പ്രദേശമാണ് കേരളം പോലെയുള്ള സംസ്ഥാനം എന്നതിനാലും ഇവിടെ നിന്ന് ഒരിക്കലും കുടിയേറ്റം അങ്ങോട്ടോ അവിടെ നിന്ന് കുടിയേറ്റം ഇങ്ങോട്ടോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മളതിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നിരിക്കുന്ന കലാപവുമായിട്ട് ബന്ധപ്പെട്ട തിക്തഫലം അനുഭവിച്ചവരല്ല കേരളക്കാർ. സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചവരാണ് കേരളക്കാർ, പ്രത്യേകിച്ച് മലബാർ. നമുക്കറിയാം, ഈ വാഗൺ ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ട, മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ പോരാട്ടങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്.
അപ്പോൾ അതിൽ ഈ ഓഗസ്റ്റ് 17 പിന്നെ അടുത്ത് പറയുന്നത് എങ്ങനെയാണ്, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു, ഓഗസ്റ്റ് 17 അതിർത്തി ഏറെക്കുറെ പ്രഖ്യാപിക്കുന്നു. ഈ അതിർത്തി പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്താ വിഷയം എന്നറിയോ, ഈ പുതിയ രാജ്യത്തു നിന്ന് പല ആളുകളും പുറത്തായി. അഭയാർത്ഥി ട്രെയിനുകൾ പരസ്പരം ആക്രമിക്കപ്പെട്ടു. ഹിന്ദു, സിഖ്, മുസ്ലിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി. 75,000 സ്ത്രീകൾ ബലാത്കാരം ചെയ്യുകയോ കൊലപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്യപ്പെട്ടു എന്ന് ബ്രിട്ടീഷുകാരുടെ ചരിത്രരേഖയിൽ പോലും കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് അതിർത്തി ഏറെക്കുറെ വരച്ച സമയത്ത് പല ആൾക്കാരും രാജ്യത്തുനിന്ന് പുറത്തായി. രാജ്യാതിർത്തിയാണ് വരയ്ക്കുന്നത്, സംസ്ഥാന അതിർത്തിയോ ജില്ലാ അതിർത്തിയോ അല്ല. പിന്നീട് നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത് കൃത്യതയോടുകൂടി ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് ഈ രാജ്യവിഭജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ രൂപകാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇന്ത്യ പാകിസ്ഥാൻ 100% പരാജയപ്പെട്ടു. അവിടെയും ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ട് പിടിയും വലിയും നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മുറിവേറ്റത് മുസ്ലിങ്ങൾക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നും അതിന് മുറിപ്പാടുണ്ട്. നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് കേരളത്തിൽ 3.5 കോടിയോളം ജനങ്ങളുണ്ട്, ഉത്തർപ്രദേശിൽ 3.5 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. എന്നിട്ടും അവിടെ കേരളത്തിൽ കിട്ടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ആനുകൂല്യ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? എല്ലാ ആനുകൂല്യങ്ങളും റദ്ദാക്കപ്പെടുന്ന രീതിയിലേക്ക് ഉത്തർപ്രദേശ് മാറുന്നത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംഘടിതരല്ല, ചിതറപ്പെട്ട വിഭാഗങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ചിതറപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സാധാരണ പറയുന്ന പോലെ അല്ലാതെ കഠിനമായ രീതിയിൽ പറയാൻ പറ്റും. കേരളത്തിൽ മുസ്ലിം ലീഗ് പറയുന്ന പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല. അതിന് സമാനമായിരിക്കുന്ന സ്ഥിതി അവിടെ ആളുകളില്ലാത്ത പ്രശ്നമല്ല, ജനസംഖ്യാനുപാതികമായി ഉയർച്ചയില്ലാത്ത പ്രശ്നമല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഭയപ്പെട്ടുപോയി, ഇന്ത്യയിലുള്ളവർ. പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കളും ഭയപ്പെട്ടുപോയി. ഞങ്ങൾ കൊല ചെയ്യപ്പെടും എന്നുള്ള ഭയപ്പാടാണ്. ശരി, ഭയപ്പാടൊന്നുമല്ല. കാരണം ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹിന്ദു മുസ്ലിം കലാപം, ആ കലാപത്തിന് തുടർച്ച പല ഘട്ടങ്ങളിലും ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആരോഗ്യമുള്ള, ശക്തിയുള്ള, സമ്പത്തുള്ള ആളുകളെല്ലാം അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നു. അങ്ങനെ തന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നു. അപ്പോൾ പഞ്ചാബ് പോലെയുള്ള രാജ്യങ്ങൾ, അത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പഞ്ചാബ്, ഈ കാശ്മീരിൻ്റെ ഭാഗങ്ങൾ, പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഉത്തർപ്രദേശിൻ്റെ ഭാഗങ്ങൾ, ബീഹാർ, ഈ ഏകദേശം ഒരു 8ഓളം സംസ്ഥാനങ്ങൾ, ഇപ്പോൾ വിഭജിക്കപ്പെട്ട സംസ്ഥാനത്തിൻ്റെ 8ഓളം സംസ്ഥാനത്തിൻ്റെ പേരതിൽ പറയുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്തു? ആരോഗ്യമുള്ളവരും ശക്തിയുള്ളവരും സമ്പത്തുള്ളവരും അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ ശേഷിക്കുന്നവരാരാണ്? ആരോഗ്യമില്ലാത്തവർ, ക്ഷയിച്ചവർ, ഒറ്റപ്പെട്ടവർ, അനാഥർ, ആ രീതിയിലുള്ള ആളുകൾ ഇവിടെ ഇവിടെ ശേഷിക്കുന്ന സമയത്ത് സംഘടിതപരമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കാതെ പോയി. അപ്പോൾ അതിൻ്റെ മേലെ വലിയ രീതിയിലുള്ള ശക്തിയുള്ള മറ്റൊരു വിഭാഗം ഉയർന്നു വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഉത്തർപ്രദേശിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തൊക്കെ നമ്മൾക്ക് വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുന്നത്. അതിൻ്റെ കാര്യം എന്താ? അവിടെ നടക്കുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏകോപനത്തോടു കൂടി സംഘടനാ സംവിധാനം ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ഇനി കേരളത്തിലേക്ക് വരുന്ന സമയത്തോ സ്വാതന്ത്ര്യ സമരക്കാർ 1921 കാലഘട്ടത്തിൽ തന്നെ സജീവമായ രീതിയിൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കെടുത്ത ആളുകളുള്ള മേഖലയാണ് കേരളം എന്ന് പറയുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മതസംഘടന പോലും അന്ന് സജീവമായിട്ടുണ്ട്. പിന്നീട് അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. ഖിലാഫത്ത് പ്രക്ഷോഭകാരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്, മലബാർ കലാപമൊക്കെ. അതിൻ്റെ എല്ലാം ശേഷം സ്വാതന്ത്ര്യമായ സമയത്ത് പിന്നീട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട്, മുമ്പേ ഉള്ള രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അതിനൊരു ഏകോപനമുള്ള ഒരു ഇന്ത്യൻ യൂണിയൻ രാഷ്ട്രീയ പാർട്ടിയായിട്ട് അത് മാറി. അപ്പോൾ ഇവിടെ ഒരു മതപരമായ രീതിയിലും രാഷ്ട്രീയപരമായ രീതിയിലും സാമൂഹ്യപരമായ രീതിയിലും ഏകോപനം ഉണ്ടാക്കുന്നതിൽ മലബാറിലെ അന്നത്തെ നേതാക്കന്മാർ വിജയിച്ചതുകൊണ്ട് ഇവിടെ സംഘടനാപരമായിരിക്കുന്ന ഒരു റൂട്ട് മാപ്പ് കിട്ടി എന്നുള്ളതാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മളിപ്പോഴും കേൾക്കുന്നത് വീടുകളിൽ ബൂട്ടോസർ വെച്ച് തച്ചു പൊളിക്കുന്നു, പള്ളികൾ പൊളിക്കുന്നു, വേറെ ഏതെങ്കിലും മതവിശ്വാസികളുടെ ആചാരം നടക്കുന്ന സമയത്ത് പള്ളികൾ അടച്ചു പൂട്ടുന്നു, അല്ലെങ്കിൽ പള്ളിയാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ടാർപ്പായ പൊതിഞ്ഞു വെക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നു?
അത് സ്വാതന്ത്ര്യ വിഭജനത്തിൻ്റെ ഇന്ത്യ വിഭജനത്തിൻ്റെ തുടർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഈ മുസ്ലിങ്ങൾ അനുഭവിച്ച അതിൻ്റെ അനുഭവത്തിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോഴും ഉള്ളത് എന്ന് ചുരുക്കം. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. സ്വാതന്ത്ര്യ ദിനത്തിൽ വലിയ സന്തോഷം, വലിയ ആഹ്ലാദമുണ്ട്. നമ്മൾ ഡൽഹി ഗേറ്റൊക്കെ പോയി നോക്കിക്കാണെങ്കിൽ അതിൽ 14,000-ഓളം ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. 60% മുസ്ലിങ്ങളുടെ പേരാണ് ഇതിൽ കാണാൻ വേണ്ടി പറ്റുക. അവരെല്ലാവരും പങ്കെടുത്തവരാണ്, അവരെല്ലാവരും ഏറ്റുമുട്ടിയവരാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരണം വരിച്ചവരാണ്, ജയിൽ വരിച്ചവർ, അങ്ങനെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇന്ന് ചരിത്രം പതുക്കെ അതൊക്കെ മാറ്റി കളയുന്നതിനെക്കുറിച്ച് ശ്രമം നടത്തുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളിലൂടെയാണ് ചരിത്രത്തെ നിലനിർത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മൾ പഠിച്ചത് സ്കൂളിൽ നിന്നാണ്. ഒന്നാം ലോക യുദ്ധം, രണ്ടാം ലോക യുദ്ധം, ഈ കമ്മ്യൂണിസത്തിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾ, ഒക്ടോബർ ഇതെല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? വിദ്യാലയങ്ങളിൽ നിന്നാണ്. ആ പഠനമാണ് പിന്നീട് നമ്മളത് പ്രാക്ടിക്കൽ ചെയ്യുന്നു. പിന്നീട് അധ്യാപകരാകുന്ന സമയത്ത് ഈ പഠിച്ച കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നു. ചരിത്രത്തിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ മേഖല, അതായത് സ്കൂൾ മേഖലയിലൂടെയാണ് ചരിത്രം പോകുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല തിരുത്തുന്ന സമയത്ത്, സിലബസ് തിരുത്തുന്ന സമയത്ത് ചരിത്രം യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലൂടെ വ്യതിചലിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ടാവും? ഇല്ലാത്ത സംഭവങ്ങൾ പഠിക്കേണ്ടി വരുന്നു, ചരിത്രവുമായിട്ട് അതിന് ബന്ധമില്ലാതെ വരുന്നു. കഴിഞ്ഞു പോയ ചരിത്രങ്ങൾ യഥാർത്ഥത്തിൽ ചരിത്രമല്ല എന്ന് പിന്നീട് തിരുത്തേണ്ടി വരുന്നു. ആ രീതിയിലേക്ക് പോലും ഇതിനെ വ്യാഖ്യാനിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പ്രധാനമായ രീതിയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്, വിഭജനം മുറിപ്പാടാണ്, അത് കണ്ണീരാണ്, അത് സങ്കടമാണ്, അത് പ്രയാസമാണ്, മായ്ച്ചാൽ മാഞ്ഞു പോകാത്തതാണ്. അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തേക്കാൾ ഗൗരവമുള്ളതായിരുന്നു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം നടന്നിരിക്കുന്ന രൂക്ഷമായിരിക്കുന്ന കലാപങ്ങൾ. ചോരപ്പുയകൾ തന്നെയാണ് വിധിയത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല ചെയ്യപ്പെട്ടു. അങ്ങോട്ട് ആരും എതിർക്കാനില്ലാത്ത രീതി, നിയമ സംവിധാനവും സൈനിക സംവിധാനവും ഇല്ലാത്ത വിധം ദാരുണമായ രീതിയിൽ നമ്മുടെ സഹോദരന്മാർ അറുകൊല ചെയ്യപ്പെട്ട ദിനം കൂടിയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമുണ്ട് എന്ന് ചുരുക്കം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോയുടെ വിലപ്പിച്ചു. താങ്ക് യു.